മധ്യപൂർവ്വ ദേശത്ത് വേനൽക്കാലം അതിന്റെ പരമോന്നതിയിൽ എത്തി നിൽക്കുമ്പോൾ അറേബ്യൻ ഉപദ്വീപ് ഒന്നാകെ കനത്ത ചൂടിന്റെ പിടിയിലാണ്. സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മേഖലയിൽ ചൂട് ഉയരാറുണ്ടെങ്കിലും ഇത്തവണ താപനിലയിലുണ്ടായ അസാധാരണമായ വർധനവ് ജനജീവിതത്തെ അത്യന്തം ദുഷ്കരമാക്കിയിരിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയതോടെ ഗൾഫ് രാജ്യങ്ങളിലുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അബുദാബിയിലെ അൽ ഷവാമിഖിൽ ഉച്ചയ്ക്ക് 2:30 താപനില 50 ഡിഗ്രി സെൽഷ്യസ് തൊട്ടത് വരാനിരിക്കുന്ന കഠിന ദിനങ്ങളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെയും തൊഴിൽ സാഹചര്യങ്ങളെയും ബാധിക്കുന്ന ഈ ഉഷ്ണതരംഗം കേവലം ഒരു പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനമല്ല, മറിച്ച് ആഗോളതലത്തിൽ ഭൗമരാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന വലിയ പ്രതിഭാസങ്ങളുടെ തുടർച്ചയാണ്. എന്തുകൊണ്ടാണ് ഗൾഫ് നാടുകളിൽ പെട്ടെന്ന് ഇത്രയധികം താപനില ഉയരുന്നത് എന്ന് മനസ്സിലാക്കാൻ അന്തരീക്ഷത്തിലെ വായുമർദ്ദ വ്യതിയാനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണ പ്രകാരം തെർമൽ ഡോം അഥവാ ഹീറ്റ് ഡോം എന്നറിയപ്പെടുന്ന ശക്തമായ ഉയർന്ന മർദ്ദ മേഖലയാണ് നിലവിലെ ഉഷ്ണതരംഗത്തിന് പ്രധാന കാരണം. അന്തരീക്ഷത്തിന്റെ ഉയർന്ന തട്ടിൽ രൂപപ്പെടുന്ന വലിയൊരു കൂര അല്ലെങ്കിൽ അടുപ്പ് പോലെയാണ് ഈ ഉയർന്ന മർദ്ദമേഖല പ്രവർത്തിക്കുന്നത്. ഉപരിതലത്തിന് സമീപമുള്ള ചൂടേറിയ വായുവിനെ പുറത്തുപോകാൻ അനുവദിക്കാതെ താഴേക്ക് തടഞ്ഞു നിർത്താൻ ഇതിടയാക്കുന്നു. അന്തരീക്ഷത്തിലെ ഈ ഉയർന്ന സമ്മർദ്ദം കാരണം മേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത ഗണ്യമായി കുറയുകയും സൂര്യരശ്മികൾ കൂടുതൽ ശക്തിയോടെ നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം പകൽ സമയത്ത് കല്ലുകളിലും കോൺക്രീറ്റ് കെട്ടിടങ്ങളിലും മരുഭൂമിയിലെ മണലിലും സംഭരിക്കപ്പെടുന്ന ചൂട് രാത്രികാലങ്ങളിൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ഇതിന്റെ ഫലമായി രാത്രിയിലും അസാധാരണമായ ഉഷ്ണമാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. തീരദേശ മേഖലകളിൽ അന്തരീക്ഷ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി കൂടി ഉയരുന്നതോടെ മനുഷ്യ ശരീരത്തിന് വിയർപ്പിലൂടെ ചൂട് പുറന്തള്ളാൻ കഴിയാത്ത അവസ്ഥ വരികയും താപനില അനുഭവപ്പെടുന്നത് വീണ്ടും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ഉഷ്ണതരംഗം യുഎഇയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അറബ് ലോകത്തെ 10ഓളം രാജ്യങ്ങളെയാണ് നിലവിലെ കടുത്ത കാലാവസ്ഥ നേരിട്ട് ബാധിക്കുന്നത്. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യകൾ, ഇറാഖിലെ ബാഗ്ദാദ്, കുവൈറ്റ് എന്നിവിടങ്ങളിൽ പകൽ താപനില 50 ഡിഗ്രിയോട് അടുക്കുകയോ ചിലയിടങ്ങളിൽ അത് മറികടക്കുകയോ ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യൻ ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചന പ്രകാരം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനില തുടരും. രാജ്യത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ദീർഘകാല ശരാശരിയേക്കാൾ 2.5 ഡിഗ്രി വരെ താപനില ഉയർന്നേക്കാമെന്നാണ് 60 മുതൽ 80% വരെയുള്ള പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെ മഴ ലഭിച്ചു തുടങ്ങുമെങ്കിലും ഓഗസ്റ്റിൽ കടുത്ത വരൾച്ചയും ഉഷ്ണവുമാണ് സൗദിയിൽ പ്രതീക്ഷിക്കുന്നത്. അയൽ രാജ്യമായ ഒമാനിലും കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ബിദിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 47.2 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. ഹംറ, അൽദുറു, ഖുറയ്യാത്ത് തുടങ്ങിയ നിരവധി ഉൾപ്രദേശങ്ങളിൽ താപനില 47 ഡിഗ്രിയും അതിലധികവുമായി തുടരുന്നു. ഇതോടൊപ്പം ജോർദാനിലും സാധാരണ താപനിലയേക്കാൾ 6 മുതൽ 8 ഡിഗ്രി വരെ വർധനവ് ഉണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പുണ്ട്. ജോർദാൻ താഴ്വര, ചാവുക്കടൽ മേഖല, അഖബ, കിഴക്കൻ മരുഭൂമി പ്രവിശ്യകൾ എന്നിവിടങ്ങളിൽ താപനില അസാധാരണമാം വിധം ഉയർന്നിരിക്കുകയാണ്. കടുത്ത ഉഷ്ണക്കാറ്റും മരുഭൂമിയിലെ പൊടിക്കാറ്റും കൂടിയാകുമ്പോൾ ഇവിടങ്ങളിലെ ദിനാന്തരീക്ഷം കൂടുതൽ കഠിനമാകുന്നു. കടുത്ത ചൂടിൽ നിർമ്മാണ മേഖലയിലും മറ്റു തുറസായ സ്ഥലങ്ങളിലും പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ കടുത്ത നിയമപരമായ മുൻകരുതലുകളാണ് നടപ്പിലാക്കുന്നത്. യുഎഇയിൽ ഉച്ചസമയത്തെ കഠിനമായ വെയിലിൽ പണിയെടുക്കുന്നത് തടയുന്നതിനായി മധ്യാഹ്ന ഇടവേള നിയമം നിലവിലുണ്ട്. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് നേരിട്ട് വെയിലത്ത് ജോലി ചെയ്യിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഈ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ ഭാരിച്ച പിഴയും നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് അധികൃതർ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഈ വിശ്രമമേള തൊഴിലാളികൾക്ക് വലിയൊരളവ് ആശ്വാസമാണെങ്കിലും പുറത്ത് പണിയെടുക്കുന്നവർക്ക് ഇത്തരം ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരിക ക്ഷീണം നിസ്സാരമൊന്നുമല്ല. തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് തണലുള്ള വിശ്രമ സ്ഥലങ്ങളും ആവശ്യത്തിന് തണുത്ത കുടിവെള്ളവും നൽകണമെന്ന് നിയമപരമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ സ്ഥാപനങ്ങളും വ്യക്തികളും ഒരുപോലെ സഹകരിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഈ അതിരൂക്ഷമായ ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ താമസക്കാർക്ക് നിർണായകമായ ആരോഗ്യ ജാഗ്രതാ മുന്നറിയിപ്പുകളാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നത്. സൂര്യാഘാതം, നിർജ്ജലീകരണം, കടുത്ത ക്ഷീണം, തലകറക്കം എന്നിവയാണ് ഇത്തരം അവസ്ഥകളിൽ മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. ശരീരത്തിൽ ജലാംശം കുറയുന്നത് തടയാൻ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. ശരീരഭാരത്തിനനുസൃതമായി ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഓരോരുത്തരും ഉറപ്പാക്കണം. വിയർപ്പിലൂടെ ശരീരത്തിലെ ലവണങ്ങൾ നഷ്ടപ്പെടുന്നത് തടയാൻ ORS ലായനി, സംഭാരം, കരിക്കിൻ വെള്ളം എന്നിവ കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പകൽ സമയത്ത് അനാവശ്യമായി പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നാൽ ഇളം നിറത്തിലുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം. നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുകയും കണ്ണിന് സംരക്ഷണം നൽകാൻ സൺഗ്ലാസുകൾ ധരിക്കുകയും വേണം. മറ്റൊരു സുപ്രധാന മുന്നറിയിപ്പ് വാഹനങ്ങളിൽ ആളുകളെ ഒറ്റയ്ക്കാക്കി പോകുന്നതിനെക്കുറിച്ചാണ്. വെയിലത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കുള്ളിലെ താപനില മിനിറ്റുകൾക്കുള്ളിൽ പുറത്ത് താപനിലയേക്കാൾ ഇരട്ടിയായി ഉയർന്നേക്കാം. അതിനാൽ കുട്ടികളെയോ വയോധികരെയോ വളർത്തു മൃഗങ്ങളെയോ യാതൊരു കാരണവശാലും നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഒറ്റയ്ക്കിരുത്തി പോകരുത്. ഇത് മിനിറ്റുകൾക്കുള്ളിൽ ജീവന് തന്നെ ഭീഷണിയാകുന്ന അവസ്ഥയുണ്ടായേക്കാം.
ഗൾഫ് നാടുകളിൽ തുടർച്ചയായി അനുഭവപ്പെടുന്ന ഇത്തരം കടുത്ത താപനില ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. വരും വർഷങ്ങളിൽ ഇത്തരം ഉഷ്ണതരംഗങ്ങളുടെ ദൈർഘ്യവും തീവ്രതയും കൂടിയേക്കാമെന്ന് പരിസ്ഥിതി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ താൽക്കാലിക ആശ്വാസമെന്നോണം UAE-യിലെ ചില കിഴക്കൻ തെക്കൻ മേഖലകളിൽ അടുത്ത ദിവസങ്ങളിൽ സംവഹന മേഘങ്ങൾ രൂപപ്പെടാനും ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട മഴ ലഭിക്കാനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുമുണ്ട്. എങ്കിലും ഓഗസ്റ്റ് മാസം മുഴുവൻ കടുത്ത ജാഗ്രത തുടരേണ്ട അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. വേനലിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ നാളുകളിൽ സ്വന്തം ആരോഗ്യവും കുടുംബത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് ഓരോ പൗരന്റെയും പ്രവാസിയുടെയും കടമ. അധികൃതർ നൽകുന്ന കൃത്യമായ മുൻകരുതലുകൾ പാലിക്കുകയും പുറം ജോലികളിൽ ഏർപ്പെടുന്നവരോട് കരുതലോടെ പെരുമാറുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ കടുത്ത ഉഷ്ണതരംഗത്തെ സൂക്ഷ്മമായി അതിജീവിക്കാൻ സാധിക്കൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.